ഹലോ, പരന്ന ചതുര അരങ്ങളുടെ രാഗൽ സെഷനിലേക്ക് സ്വാഗതം. നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട പ്രക്രിയയിൽ ഒന്നാണ് രാഗൽ. നമുക്ക് ഇപ്പോൾ പരന്നതും ചതുരവുമായ രാഗലിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഈ സെഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ഫയലിങ്ങിനായി വസ്തു ബെഞ്ച് വൈസിൽ തിരശ്ചീനമായി പിടിക്കുക. ഒരു ഫ്ലാറ്റ് പ്രതല ഫയലിംഗ്. സ്ട്രെയിറ്റ് എഡ്ജ് അല്ലെങ്കിൽ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഫയലിംഗിൻ്റെ ഫ്ലാറ്റ്നെസ് പരിശോധിക്കുക. ഒരു ജോബിൻ്റെ സ്ക്വയർനെസ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പരിശോധിക്കുക. നിർമ്മാണത്തിൽ വസ്തുക്കളെ ഫയൽ ചെയ്ത് മാറ്റുന്ന പ്രക്രിയയാണ് ഫയലിംഗ്. ഇത് സോയിങ്ങും ഗ്രൈൻഡിങ്ങും പോലുള്ള പ്രവർത്തനമാണ്. പക്ഷേ ഇത് റഫ് പ്രതലങ്ങൾ നീക്കം ചെയ്ത് മിനുസപ്പെടുത്തുന്നത് പോലെയാണ്. ഫയലിംഗ് ഓപ്പറേഷനിൽ ഇനി പറയുന്നവ ഓർത്തിരിക്കേണ്ടതാണ്. ഏകദേശം ഒരടി അകലത്തിൽ ഇടത്തെ കാൽ മുന്നിലും വലത്തെ കാൽ പിന്നിലുമായി വയ്ക്കുക. മാർഗനിർദ്ദേശം: വലത് കൈ ഫയലിൻ്റെ പിടിയിലും ഇടത് കൈ ഫയലിൻ്റെ മുൻവശത്ത് ടോപ്പിലും പിടിക്കുക. ഫയൽ കൈകാര്യം ചെയ്യൽ: ഫുൾ ഓർ ഡ്രോ സ്ട്രോക്ക് സമയത്ത് ഒരിക്കലും മർദ്ദം കൊടുക്കരുത്. ഫയലിങ്ങിന് മുമ്പ് ഫയലിൻ്റെ ഫേസ് ഭാഗത്ത് ചോക്ക് കൊണ്ട് ഉരയ്ക്കുന്നത് പിന്നിങ്ങിൽ, അതായത് ഫയലിൻ്റെ ടീത്തുകളിൽ അവശിഷ്ടം അടിയുന്നതിൽ നിന്നും അരത്തിനെ രക്ഷിക്കുന്നു. ഒരു കാർഡ് ബ്രഷോ വയർ ബ്രഷോ കൊണ്ട് പതിവായി അരങ്ങൾ വൃത്തിയാക്കണം. ഫയലുകൾ വയ്ക്കേണ്ട സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുന്നതിലൂടെ അവയുടെ മുഖഭാഗങ്ങൾ തമ്മിൽ വീണ്ടും പരസ്പരം ഉരസാതിരിക്കുന്നു. ഇവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന 3 രാഗൽ സാങ്കേതിക വിദ്യകൾ: സ്ട്രെയിറ്റ് ഫയലിംഗ്, ക്രോസ് ഫയലിംഗ്, ഡ്രോ ഫയലിംഗ്. സ്ട്രെയിറ്റ് ഫയലിംഗ് ഏറ്റവും അടിസ്ഥാന സാങ്കേതിക വിദ്യയായ ഇതിൽ ജോലിയിലുടനീളം അരം നീളത്തിലാണ് തള്ളുന്നത്. മുൻപോട്ടുള്ള തള്ളലിൽ മാത്രം സമ്പർക്കമുണ്ടാകുന്നു. ഇത് സാധാരണയായി രാകുന്ന പൊടി വേഗത്തിൽ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ക്രോസ് ഫയലിംഗ് ഇത് പൂർത്തീകരണം, രൂപീകരണം അല്ലെങ്കിൽ മൂർച്ച കൂട്ടൽ എന്നിവയ്ക്കായി ഉപയോഗിക്കാം. ഇത് വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഫയലിംഗ് സാങ്കേതിക വിദ്യയാണ്. ഡ്രോ ഫയലിംഗ് ഒരു ഫയലിൻ്റെ ഓരോ അറ്റത്തും പിടിച്ചുകൊണ്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കൂടുതൽ റഫായ പ്രതലം നീക്കം ചെയ്യുന്നതിനും ഉപരിതല ലെവലിങ്ങിനും മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഫയലിൻ്റെ വിവിധ ഭാഗങ്ങൾ നോക്കാം. ടാങ്ങിൻ്റെ എതിർഭാഗത്തെ അഗ്രത്തെ ടിപ്പ് അഥവാ പോയിന്റ് എന്ന് പറയുന്നു. ടീത്തോടുകൂടിയ ഫയലിൻ്റെ വീതിയേറിയ പ്രതലത്തെ ഫേസ് അഥവാ സൈഡ് എന്ന് പറയുന്നു. പാരലൽ ടീത്തുകളുടെ ഒരൊറ്റ വരിയുള്ള ഫയലിൻ്റെ നേർത്ത ഭാഗം എഡ്ജ് എന്ന് അറിയപ്പെടുന്നു. ടീത്തുകളില്ലാത്ത വിശാലമായ ഭാഗത്തെ ഹീൽ എന്ന് വിളിക്കുന്നു. ഫയലിൽ നിന്ന് ടാങ്കിനെ വേർതിരിക്കുന്ന ഫയലിൻ്റെ കർവുള്ള ഭാഗത്തെ ഷോൾഡർ എന്ന് വിളിക്കുന്നു. ഫയലിൻ്റെ പിടിയിലേക്ക് കടന്നിരിക്കുന്ന ഇടുങ്ങിയതും കനം കുറഞ്ഞതുമായ ഭാഗത്തെ ടാങ്ക് എന്ന് പറയുന്നു. ഫയൽ പിടിക്കുന്നതിനായി ടാങ്കിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ഹാൻഡിൽ. ഹാൻഡിൽ പൊട്ടാതെ സംരക്ഷിക്കുന്ന ലോഹ വളയത്തെ ഫെറ്യൂൾ എന്ന് വിളിക്കുന്നു. ഉയർന്ന കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഫയലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫയൽ കടുപ്പമുള്ളതും മൂർച്ച ഉള്ളതുമാണ്.
ഇപ്രകാരമാണ് ഫയലുകൾ തരംതിരിച്ചിരിക്കുന്നത്. ഫയലിൻ്റെ രൂപം, അതായത് ഷേപ്പ്, ഫയലിൻ്റെ മുറി, അതായത് കട്ട്, ഫയലിൻ്റെ തരം, അതായത് ഗ്രേഡ്. കുറഞ്ഞത് 20 വ്യത്യസ്ത തരം റെക്റ്റാങ്കുലർ, സ്ക്വയർ, ട്രയാങ്കുലർ, റൗണ്ട്, ഹാഫ് റൗണ്ട്, നീഡിൽ ഫയലുകൾ, സ്പെഷ്യൽ ഫയലുകൾ പോലുള്ള ക്രോസ് സെക്ഷണൽ ഷേപ്പുകൾ ഉണ്ട്. കട്ടിംഗ് എഡ്ജുകളുടെ ഫോം. സിംഗിൾ കട്ടിൽ പ്രവർത്തന പ്രതലങ്ങൾക്ക് കുറുകെയായി 2 നിര പാരലൽ ടീത്തുകൾ ഉണ്ട്. ഡബിൾ കട്ടിൽ പരസ്പരം ക്രോസ് ചെയ്യുന്ന ടീത്തുകളുടെ നിരകളുണ്ട്. റാസ്പ് ടീത്തുകൾ വിച്ഛേദിക്കപ്പെട്ടതും മുകളിൽ വൃത്താകൃതിയുമാണ്. കേർവ്ഡ് കട്ട് ഫയലുകൾ. സിംഗിൾ കട്ട് അരങ്ങൾ ബ്രാസ്, അലൂമിനിയം, ഓട്, ചെമ്പ്, ലോഹങ്ങൾ പോലുള്ള സ്മൂത്ത് പ്രതലം പൂർത്തിയാക്കുന്നതിന് പ്രയോജനപ്പെടുന്നു. ഡബിൾ കട്ട് ഫയൽ കൂടുതൽ സ്റ്റോക്ക് നീക്കം ചെയ്യുന്നു. റാസ്പ് കട്ട് ഫയൽ തടി, ലെതർ, മറ്റ് സ്മൂത്ത് വസ്തുക്കൾ ഫയൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ആഴത്തിൽ കട്ട് ചെയ്യാൻ കഴിയുന്ന കേർവ്ഡ് കട്ട് ഫയൽ സ്മൂത്ത് ലോഹങ്ങൾക്ക് ഉള്ളതാണ്. കോഴ്സ്നെസ് ഓഫ് കട്ട്, അതായത് 1 ഇഞ്ച് അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലെ ടീത്തുകളുടെ എണ്ണം. 5 പ്രധാന വിഭാഗങ്ങളുണ്ട്: റഫ്, ബസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. ഫയൽ ചെയ്ത് മാറ്റുന്നതിനാണ് റഫ് ഫയൽ ഉപയോഗിക്കുന്നത്. ലോഹം ഫയൽ ചെയ്ത് മാറ്റുന്ന നിരക്കിൽ റഫ് ഫയൽ കഴിഞ്ഞാൽ അടുത്തതായി ബസ്റ്റാർഡ് ഫയൽ ആണ്. കട്ടിയുള്ള ലോഹം നല്ലതുപോലെ ഫയൽ ചെയ്യുന്നതിനാണ് സെക്കൻഡ് കട്ട് ഫയൽ ഉപയോഗിക്കുന്നത്. സ്മൂത്ത് ഫയൽ കുറച്ച് ലോഹഭാഗം മാറ്റുന്നു. ഡെഡ് സ്മൂത്ത് കൂടുതൽ പൂർണ്ണത നൽകുന്നു. ഫ്ലാറ്റ്, സ്ക്വയർ പ്രതലങ്ങളുടെ ഫയലിങ്ങിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ. സ്റ്റീൽ റൂൾ. ഒരു ഭാഗത്തിൻ്റെ ലീനിയർ അളവുകൾ അളക്കുന്നതിനാണ് സ്റ്റീൽ റൂൾ ഉപയോഗിക്കുന്നത്. ബെഞ്ച് വൈസ്. ബെഞ്ച് വൈസ് ജോബിനെ ഉറപ്പിക്കുന്ന ഉപകരണം. ഫയൽ. ഒരു ജോബിനെ ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഫയൽ. ട്രൈസ്ക്വയർ. ട്രൈസ്ക്വയറിൻ്റെ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ച് ഒരു ജോബിൻ്റെ ഫ്ലാറ്റ്നെസ്, സ്ട്രെയിറ്റ്നെസ്, പാരലിസം, 90 ഡിഗ്രി ആംഗിളുകൾ എന്നിവ പരിശോധിക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. ജെന്നി കാലിപ്പർ. ജെന്നി കാലിപ്പർ അല്ലെങ്കിൽ ഓഡ്ലെഗ് കാലിപ്പറിൻ്റെ വർക്ക് ഒരു കമ്പാസിനെ പോലെയാണ്. ഇതിൻ്റെ ഒരു എഡ്ജ് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചുകൊണ്ട് മറു എഡ്ജ് ഉപയോഗിച്ച് വരയ്ക്കുന്നതിനും അളക്കുന്നതിനും ഉപയോഗിക്കുന്നു. അകത്തും പുറത്തുമുള്ള അരികുകൾക്ക് പാരലലായ വരികൾ അടയാളപ്പെടുത്തുന്നതിനും വൃത്താകൃതിയിലുള്ള ബാറുകളുടെ മധ്യഭാഗം കണ്ടെത്തുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഡോട്ട് പഞ്ച്. ഒരു കട്ടിയുള്ള പ്രതലത്തിൽ കുതയ്ക്കുന്നതിനും ഒരു സ്ഥിരമായ അടയാളം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് പഞ്ച്. ഇടുങ്ങിയ അല്ലെങ്കിൽ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നതിനാണ് പ്രിക്ക് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച് ഉപയോഗിക്കുന്നത്. ബാൽപീൻ ഹാമർ. 2 ഹെഡുള്ള ചുറ്റിക. ഒന്ന് ഫ്ലാറ്റ്, മറ്റേത് റൗണ്ടായിട്ടുള്ളതിനെ പീൻ എന്നും വിളിക്കുന്നു. നമുക്ക് ഫയലിംഗ് പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആദ്യമായി സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുവിൻ്റെ വലിപ്പം പരിശോധിക്കുക. ആവശ്യമായ വലിപ്പത്തിന് നീളം 75 mm, വീതി 75 mm, കനം 10 mm ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഫ്ലാറ്റ് റഫൽ ഉപയോഗിച്ച് സ്കെയിലിംഗ് നീക്കം ചെയ്യുക. ഫ്ലാറ്റ് ബസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് സൈഡ് എ ഫയൽ ചെയ്യുക. ട്രൈസ്ക്വയറിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് ഫ്ലാറ്റ്നെസ് പരിശോധിക്കുക.
സൈഡ് ബി ഫയൽ ചെയ്യുകയും സൈഡ് എയുമായി ബന്ധപ്പെട്ട് സ്ക്വയർനെസ് നിലനിർത്തുകയും ചെയ്യുക. കൂടാതെ സ്ക്വയർ ആയിട്ടുള്ള ബി സൈഡുമായി ബന്ധപ്പെട്ട് സി സൈഡിൻ്റെ ഫയലിംഗ് കാണിക്കുക. എല്ലാ സൈഡുകളിലും ട്രൈ സ്ക്വയർ വെച്ച് സ്ക്വയർനെസ് പരിശോധിക്കുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ജെന്നി കാലിപ്പർ 74 മില്ലിമീറ്ററായി സജ്ജമാക്കുക. സി ഡി വശത്തേക്ക് 74 mm പാരലൽ രേഖകൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബോൾപീൻ ചുറ്റിക എന്നിവ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ രേഖ പഞ്ച് ചെയ്യുക. ഫയലിൻ്റെ സൈഡുകൾ ഡി ഇയും 74 മില്ലിമീറ്ററായി സജ്ജമാക്കുകയും മറ്റെല്ലാ സൈഡുകളിലും സ്ക്വയർനെസ് നിലനിർത്തുകയും ചെയ്യുക. സൈഡ് ഡിയും ഇയും ബി സി സൈഡുകൾക്ക് പാരലൽ ആയി നിലനിർത്തുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർനെസ് പരിശോധിക്കുക. ഫയൽ ഉപരിതലം എഫ് 9 മില്ലിമീറ്ററിലേക്ക് താഴ്ത്തിയും എ സൈഡിലേക്ക് പാരലലിസം നിലനിർത്തുകയും ചെയ്യുക. മൂർച്ചയുള്ള എഡ്ജ് നീക്കം ചെയ്യുക. കുറച്ച് എണ്ണ പുരട്ടി വിലയിരുത്തലിനായി സൂക്ഷിക്കുക. പുനരാഖ്യാനം നമ്മൾ പഠിച്ചത് ഫ്ലാറ്റ് സ്ക്വയർ ഫയലിംഗ് അഥവാ റഫ് ഫിനിഷിംഗ്, ഫയലിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഫയലുകളുടെ വർഗീകരണം, ജോബിൻ്റെ ക്രമവും അതിൻ്റെ ആവശ്യകതകളും. അങ്ങനെ ഇത്രയുമാണ് പരന്നതും ചതുരവുമായ രാഗലിനെ കുറിച്ചുള്ളത്. എല്ലാ ആശയങ്ങളും പരിശീലനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.